കഴിഞ്ഞ ദിവസം മന്ത്രി വീണ ജോർജിന് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കെ എസ് യു പ്രവർത്തകരുടെ ആക്രമണത്തിൽ പരിക്കേറ്റു. ആക്രമണമല്ല, പ്രതിഷേധം എന്ന് പറയണം. ഓ സോറി, സമരം, പ്രതിഷേധം. പ്രതിഷേധം. അപ്പോ പരിക്ക് പറ്റി ഹോസ്പിറ്റലൈസ്ഡ് ആയി. ഇപ്പം ഹോസ്പിറ്റലിൽ നിന്ന് പോയി അല്ലേ, ഇന്ന് മറ്റോ ഡിസ്ചാർജ് ആയി. അപ്പം ഇത് പല രീതിയിൽ, അതായത് അന്ന് ഈ ഒരു സംഭവം ഒന്നും ഞാൻ പറയുന്നില്ല, ഒരു വാക്കും ഉപയോഗിച്ചില്ല. അന്ന് ഈ സംഭവം നടന്നതിന് ശേഷം ആ വീഡിയോസ് വെച്ച് വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം, അങ്ങനെ തന്നെ പറയാം. അതായത് പോസ്റ്റർ ആയിട്ടാണെങ്കിലും വീഡിയോ ആയിട്ടായാലും റീലുകളായിട്ട്, ഇൻസ്റ്റയിലൊക്കെ പാട്ടുകളൊക്കെ വെച്ചിട്ടങ്ങ് റീലുകൾ തകർക്കുകയായിരുന്നു. ഇപ്പൊ ഷാഫി പറമ്പിലും ഇന്നൊരു മീഡിയാസിന്റെ മുന്നിൽ വന്ന് കുറെ പ്രസംഗമൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പൊ ഇതങ്ങോട്ട് അവസാനിക്കുന്നില്ല. അല്ലാതെ സൈബർ ആക്രമണം, അതായത് പണ്ട് ഉമ്മൻചാണ്ടിക്ക് കല്ലേറ് കിട്ടിയതും ഇതും വെച്ചിട്ടുള്ള ഒരു വലിയ കമ്പാരിസൺ തന്നെ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് അവസാനിക്കുന്ന ലക്ഷണമൊന്നുമില്ല. അപ്പൊ എന്താണ് ഇവരുടെ ഉദ്ദേശം? അതായത് അവര് പറയുന്നത് വീണ ജോർജിന് അങ്ങനെ സംഭവിച്ചിട്ടേ ഇല്ല, ഇതൊക്കെ കെട്ടിച്ചമച്ചതാണ് എന്നുള്ള രീതിയിൽ ആ രീതിയിലുള്ള വീഡിയോകൾ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ നമ്മൾ നോക്കേണ്ടത്, ഞാൻ ഈ പ്രതിഷേധം എന്ന് പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയോ, പൊതുവെ അങ്ങനെ ഒരു സമീപനമാണ്. ഈ KSUക്കാർ യൂത്ത് കോൺഗ്രസ്സുകാർ ആണെന്നുണ്ടെങ്കിൽ അത് പ്രതിഷേധവും, ഇനി അത് DYFIക്കാരും CPMകാരുമാണ് നടത്തിയെങ്കിൽ അത് ആക്രമണവും. അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു പുതിയ ട്രെൻഡ് ലൈൻ അതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ, നമ്മൾ ഈ പറയത്തില്ല ചില ക്യാച്ചിങ് വേർഡുകൾ എന്ന് പറയുന്നത്, അതുപോലെയാണ്. അപ്പോൾ ഇതിനകത്ത് വരുന്നൊരു കാര്യം, നമ്മൾ മനസ്സിലാക്കേണ്ട, അന്ന് വീണ ജോർജിനെ പരിയാരം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തതിനു ശേഷം അവിടെ നിന്നൊരു ഒഫീഷ്യലായിട്ടൊരു മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറക്കുന്നു. ആ മെഡിക്കൽ ബുള്ളറ്റിൻ പ്രകാരം കഴുത്തിന് പരിക്കേറ്റിട്ടുണ്ട് എന്നും കൈക്ക് പരിക്കേറ്റിട്ടുണ്ടും എന്നുള്ള കാര്യം വ്യക്തമാണ്. അവരെ ഏതെല്ലാം ട്രീറ്റ്മെന്റിന് വിധേയമാക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചും വളരെ വ്യക്തമായി മെഡിക്കൽ ബുള്ളറ്റിൻ, MRI അടക്കമുള്ള സ്കാനിങ്ങുകൾക്ക് അവരെ വിധേയമാക്കുന്നു എന്ന് പറഞ്ഞ് മെഡിക്കൽ ബുള്ളറ്റിനുണ്ട്. സോ അവിടെ അങ്ങനെ ഒരു എന്തിനാണ് പിന്നെ അതൊരു കള്ളത്തരമായി പറയേണ്ട ആവശ്യം വല്ലതുണ്ടോ? ഒരു മെഡിക്കൽ കോളേജിന്റെ ഓതറൈസ്ഡ് ആയിട്ടുള്ള മെഡിക്കൽ ആൾക്കാർ ബുള്ളറ്റിൻ പുറത്തിറക്കുമ്പോൾ അത് നമ്മളതിനെ ശങ്കയോടുകൂടി നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. പിന്നെ പലപ്പോഴും ഒരു ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ ഈ അവർ ഒരു ആരോഗ്യ പ്രവർത്തക അവിടുത്തെ ഒരു നഴ്സുമായി നിൽക്കുന്ന, അവരെ നഴ്സുമാരെല്ലാം കൂടി നിൽക്കുന്ന ഒരു ഫോട്ടോ എടുക്കുന്ന നമ്മൾ ചിത്രങ്ങൾ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു ഫോട്ടോ പുറത്തേക്ക് വന്നു. ആ ഫോട്ടോ പുറത്ത് വന്ന സമയത്ത് അവർ പറഞ്ഞു, തുല്ലസിച്ച് മന്ത്രി വീണ ജോർജ് പിന്നെ അവിടുത്തെ ആരോഗ്യ പ്രവർത്തകർക്കൊപ്പം സെൽഫി എടുത്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതിൽ ഒരു രോഗാതുരിയായി കിടക്കുന്നവരുടെ ഒരാളുടെ യാതൊരു ഇതുമില്ല, തുല്ലസിച്ച്. പക്ഷെ ചിത്രങ്ങൾ പുറത്തേക്ക് വന്നപ്പോൾ നമ്മൾ ആ ചിത്രങ്ങൾ കൂടുതൽ ആഴത്തിൽ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും വീണ ജോർജിന്റെ മുഖത്ത് ക്ഷീണമുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കഴുത്തിൽ കോളർ കിടപ്പുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. പിന്നെ അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, ക്യാനില ഇട്ടിട്ടുണ്ട് ആണ് അവർക്ക് ഡ്രിപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അതിനെക്കുറിച്ച് അവർ പറയുന്നുണ്ട്, ആ കൈ കാണുന്നില്ല ശരിക്കും ആ ഫോട്ടോയിൽ. അപ്പം ആൾക്കാരെ പറയുന്ന ഒരു ഡ്രിപ്പ് ഇട്ടിട്ടില്ല, പിന്നെ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നു, വെന്റിലേറ്ററിന്റെ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നു. അതിൽ നമ്മൾ നോക്കിയാൽ അവിടെ 2 സോക്കറ്റിന് ഒരു സ്വിച്ചാണോ നമ്മൾ പ്രവർത്തിച്ച് കാണിക്കുന്നത്? അല്ല, ഓരോ സോക്കറ്റിനും ഓരോ സ്വിച്ചുകളാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ആ ചിത്രങ്ങളുടെ കൂടുതൽ കാര്യമായി പരിശോധിക്കുമ്പോൾ മനസ്സിലാവും. പിന്നീട് ഇതല്ല, KSU പ്രവർത്തകരല്ല ആക്രമിച്ചത്, പോലീസിന്റെ അക്രമം കൊണ്ടിട്ടാണ് കഴുത്തിന് പരിക്കേറ്റത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചിത്രം അവർ പ്രദർശിപ്പിക്കുന്നു. ഒരു പോലീസ് ഉദ്യോഗസ്ഥ ഭയങ്കര ക്രൂരമായ മുഖഭാവത്തോടു കൂടി വീണ ജോർജിന്റെ കഴുത്തിൽ ഇങ്ങനെ പിടിക്കുന്ന ഒരു സാധനം. നമ്മൾ അവിടെ നോക്കേണ്ട കാര്യം വെച്ചാൽ അതിനകത്ത് ജെമിനിയുടെ ഒരു ലോഗോ വന്നിട്ടുണ്ട്. അത് ആരും കണ്ടില്ലേ എന്നാണ് എൻ്റെ ഒരു ഇത്. അതിൽ ജെമിനിയുടെ ഒരു ലോഗോ കിടപ്പുണ്ട്. സോ അതിന്റെ ഒരു ഒറിജിനൽ ഫോട്ടോ ഉണ്ട്. അവര് കഴുത്തിന് പരിക്കേറ്റിട്ട് അവരിങ്ങനെ നിൽക്കുന്ന സമയത്ത് ആ കഴുത്തിൽ അവരിങ്ങനെ കൈ വെക്കുന്ന ഒരു ചിത്രമാണ് ശരിക്കും പുറത്തേക്ക് ഇറങ്ങിയത്. ആ പോലീസുകാരുടെ ഭാവമേ അതായിരുന്നില്ല. വളരെ കൂളായിട്ട് അവര് മന്ത്രിയുടെ കഴുത്തിൽ എന്ത് പറ്റിയെന്ന് അറിയാൻ വേണ്ടി കൈ വെച്ച് നോക്കുകയാണ്. അപ്പൊ അവരുടെ എന്നിട്ട് ഇതിൽ ജെമിനിയിൽ കൊണ്ടുപോയിട്ട് മുഷ്ടി ചുരുട്ടി ഇരിടിക്കുന്ന പോലെ ഒരു ചിത്രമാക്കി അത് പറ്റും. നമുക്കറിയാമല്ലോ, AI കൊണ്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യം നമുക്ക് ഏറെക്കുറെ അവര് തന്നെ പറയുന്നുണ്ടല്ലോ, അവരുടെയൊക്കെ പുറത്തു വന്നത് AI ആണെന്ന്. അടൂർ തന്നെ പല ആവർത്തി പറഞ്ഞില്ലേ, അടൂർ പ്രകാശ് പിന്നെ അല്ലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടായ വോയിസ് ഇവിടെ പിന്നെന്താ വന്നിരിക്കുന്ന AI ഓഡിയോ ആണ് എന്ന് അടക്കം പലരുമായി കൂടെ നിൽക്കുന്ന ചിത്രങ്ങൾ വന്ന AI ആണ് എന്ന് വരെ പറഞ്ഞ് രക്ഷപ്പെടാനും തടി തപ്പാനും ശ്രമിച്ചവരാണ് ശരിക്കും പറഞ്ഞാൽ ഈ UDF-കാർ. അപ്പം AI ഉപയോഗിച്ച് നിർമ്മിക്കുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഈ കൊങ്ങികളോട് അല്ലെങ്കിൽ സൈബർ കൊങ്ങികളോട് പറയാനുള്ളൊരു കാര്യം വെച്ചാൽ, ഇങ്ങനെ വെച്ചിട്ട് ഈ AI ഉപയോഗിച്ച് ചിത്രീകരിക്കുമ്പോൾ അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിന്റെ താഴെ ഒരു ലോഗോ വരാനുള്ള സാധ്യതയുണ്ട്. ഈ ജെമിനിയുടെ ആണെങ്കിലും ഇപ്പൊ ChatGPT വേറെ ഏത് AI ടൂൾ ഉപയോഗിച്ചിട്ടാണെങ്കിലും അതിന്റെ എല്ലാം ലോഗോ അവർ കൊടുക്കും. കാരണം ഇതൊരു ഒറിജിനൽ അല്ല എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പലപ്പോഴും ഇത് ഫേക്കായിട്ട് ഡീപ് സീക്ക് പോലെയുള്ള ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ചിട്ടാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പം അതിന്റെ എപ്പോഴും ലോഗോ കൊടുത്തിരിക്കും. കാര്യം ഇല്ലാന്നുണ്ടെങ്കിൽ ഇതൊരു തെറ്റിദ്ധാരണാജനകമായ കാര്യമാണ്. ഇപ്പം
അതുകൊണ്ട് അത്തരം ലോഗോകൾ നീക്കം ചെയ്യാനുള്ള, അത് ഫോട്ടോഷോപ്പിൽ കൊണ്ടിട്ട് ആ ലോഗോ നീക്കം ചെയ്യാവുന്നേ ഉള്ളൂ ഈസി ആയിട്ട്. അവിടെ എന്തെങ്കിലും ഒരു റൗണ്ട് ഇട്ട് അത് ബ്ലർ ചെയ്യോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെയ്തിട്ട് ഫോട്ടോഷോപ്പിൽ വേറെ ഏതെങ്കിലും ടെക്നോളജി ഉപയോഗിച്ചിട്ട് മാറ്റാൻ കഴിയുന്ന കാര്യമുള്ളൂ. അതെങ്കിലും മിനിമം ചെയ്യണം എന്നുള്ളതാണ്. ഈ പൊതുവെ ഈ കൊങ്ങികൾക്ക് ഈ പറയുന്ന ഒരു പെർഫെക്ഷനിസ്റ്റുകളല്ല എല്ലാവരും, തിരക്ക് പിടിച്ചിട്ട് ഇവർ ചെയ്യുകയാണ്. അപ്പം ഒരു വനിതാ നേതാവ്, നമ്മൾ എന്തോ ആയിക്കോട്ടെ, ഒരു വനിതാ നേതാവ് ശരിക്കും വീണ ജോർജ് ഈ കത്രിക മറന്നു വെച്ച കേസിൽ ഉത്തരവാദിയാണോ? അല്ല. ഹർഷീന ഇപ്പൊ പറയുന്നത് കേട്ടു, പിന്നെ അവർക്ക് അഭിനയിക്കാൻ നല്ല പാടവമാണ് എന്ന് ഹർഷീന എന്ന് പറയുന്ന ഈ യുവതി പറയുന്നത് കേട്ടു. ഹർഷീന വയറ്റിൽ കത്രികയുമായി നടന്ന ഒരു യുവതിയാണ്. അതെന്നാണ് ആ സർജറി നടക്കുന്നത്? 2017 സർജറി നടക്കുന്നത്. 2017 എനിക്ക് തോന്നുന്നു ഓഗസ്റ്റിലോ ആ മാസങ്ങളിൽ നവംബറിലോ മറ്റോ ആണ് ഈ ഹർഷീനയുടെ സർജറി നടക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ വെച്ചിട്ട്. ഈ ഹർഷീന ഇപ്പം വീണ ജോർജിനെ കളിയാക്കേണ്ട ചേതോവികാരം എന്താണ്? ഹർഷീനയ്ക്ക് 2017 സർജറി നടക്കുന്ന സമയത്ത് വീണ ജോർജേ അല്ല, വീണ ജോർജ് പിന്നെ ആരോഗ്യവകുപ്പ് മന്ത്രി ആകുമെന്ന് യാതൊരു പിടിപാടും ഇല്ലാതിരിക്കുന്ന സമയം. അന്ന് എനിക്ക് MLA മാത്രമായിരുന്നു വീണ ജോർജ്. ആ സാഹചര്യത്തിൽ പോലും 2021 വീണ ജോർജ് മെയ് മാസം എനിക്ക് തോന്നുന്നു ഈ പറയുന്ന 10-27 അതിന് ശേഷമാണെന്ന് തോന്നുന്നു അവിടെ പിന്നെ വീണ ജോർജ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് തന്നെ. അപ്പൊ അത്രയും ദിവസം വന്ന അത്രയും മുൻപ് ആ സമയത്ത് കയറിയിരിക്കുന്ന വീണ ജോർജ് എന്ന് പറയുന്ന മന്ത്രിക്കെതിരെ ഹർഷീന എങ്ങനെ പ്രതികരിക്കും? അത് പ്രതികരിക്കാൻ ഹർഷീനയ്ക്ക് എന്താണ് യോഗ്യത? ഞാൻ അവർക്ക് പറ്റിപ്പോയ അബദ്ധത്തെ കുറിച്ചൊക്കെ ഞാൻ സമ്മതിക്കുന്നു. അവിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ച് നടന്ന സർജറി ഹർഷീനയുടെ വയറ്റിനുള്ളിലേക്ക് ഈ പറയുന്ന ഫോഴ്സെപ്സ് എന്ന് പറയുന്ന ഉപകരണം, ആർട്ടറി ഫോഴ്സെപ്സ് എന്നാണ് അതിന് പറയുന്ന പേര്, ആ സാധനം കുടുങ്ങിയിട്ടുണ്ട്. ഇത് കുടുങ്ങി എന്നുള്ള കാര്യം വസ്തുതയാണ്. അത് ഞാൻ ഒരിക്കലും അത് തള്ളിക്കളയുന്നുമില്ല. ഈ പറയുന്ന 2021 ഈ പറയുന്ന ഉഷ ജോസഫ് അതുകൊണ്ടാണ് അവരുടെ പേര്, അവരുടെ വയറ്റിലും ഈ പറയുന്ന പോലെ ഒരു കത്രിക ഉപകരണം കുടുങ്ങി പോയിട്ടുണ്ട്. അതും വസ്തുത തന്നെയാണ്. പക്ഷെ ഈ രണ്ട് സംഭവങ്ങളുമായി വീണ ജോർജ് എന്ന് പറയുന്ന മന്ത്രിക്ക് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല. എന്ന് വെച്ചാൽ ഇവര് ഒന്നാമത്തെ കാര്യം, ഈ 2021 നടന്ന സർജറി സമയത്ത് വീണ ജോർജ് സത്യപ്രതിജ്ഞ ചെയ്തിട്ടില്ല. ആരോഗ്യവകുപ്പ് മന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യാത്ത സമയമാണ്. ആ സമയത്ത് പിന്നെ അതിനകത്ത് വീണ ജോർജിന് ഉത്തരവാദിത്വമില്ല. 2017 നടന്ന ഒരു സർജറിക്കകത്ത് വീണ ജോർജിന് ഉത്തരവാദിത്വമില്ല. അപ്പൊ ഈ രണ്ട് കേസുകളിലും, അപ്പൊ 2017 നടന്ന സംഭവം ആരോഗ്യ മേഖല ഒന്ന് പച്ച പിടിച്ചു വരുന്നതേ ഉള്ളൂ. മനസ്സിലാക്കേണ്ടത് കാര്യം 2016 വരെയുള്ള ഒരു കാലഘട്ടത്തിൽ UDFന്റെ മന്ത്രിയായ VS ശിവകുമാറും സംഘവും നടത്തിയ കെടുകാര്യസ്ഥതയുടെ ഒരു വലിയ മോർച്ചറിക്കുള്ളിൽ കിടന്ന നമ്മുടെ ആരോഗ്യ രംഗത്തെ ഒന്ന് എടുത്ത് തട്ടി നൂത്ത് കൊണ്ടുവരുന്നതേ ഉള്ളൂ. വെന്റിലേറ്ററിലേക്ക് ആക്കിയതേ ഉള്ളൂ. ആ സമയം മരിച്ചു കിടന്ന അല്ലെങ്കിൽ ചത്തുപോയി മരവിച്ചു കിടന്ന ആരോഗ്യ വിഭാഗത്തെ വകുപ്പിനെ എടുത്ത് പൊക്കി ഇവിടെ കൊണ്ടുവച്ചു. മോർച്ചറിയിൽ നിന്ന് എടുത്ത് വെന്റിലേറ്ററിന്റെ വാതിൽ വരെ എത്തിയിട്ടുള്ളൂ 2017 എന്ന് പറയുന്ന കാലം. ആ സമയത്താണ് ഹർഷീനയുടെ വയറ്റിനുള്ളിൽ ഈ പറയുന്ന ആർട്ടറി ഫോഴ്സപ്പ് എന്ന് പറയുന്ന ഉപകരണം കുടുങ്ങിപ്പോയത്. എവിടെ? കോഴിക്കോട് മെഡിക്കൽ കോളേജ് വെച്ച്. അതിലിപ്പോ എങ്ങനെയാണ് ഹർഷീനയ്ക്ക് എന്ത് യോഗ്യതയുണ്ടോ വീണ ജോർജിനെ കുറ്റം പറയാൻ? അവരുടെ ചേതോവികാരം ഞാൻ മാനിക്കുന്നുണ്ട്. ആ കാര്യം അവർക്കുണ്ടായ പിന്നെ ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ചും എല്ലാം ഞാൻ മാനിക്കുന്നുണ്ട്. മാനിച്ചുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്, വീണ ജോർജിനെ ആ രീതിയിൽ സാമൂഹ്യ മാധ്യമങ്ങളോട് അധിക്ഷേപിക്കാൻ ഹർഷീനയ്ക്ക് യാതൊരു അവകാശവുമില്ല. വീണ ജോർജ് മന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിൽ ഈ രണ്ട് കേസുകളിലും എടുക്കാവുന്ന എല്ലാ നിയമ നടപടികളും ഒരു മന്ത്രിക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും എടുത്തിട്ടുണ്ട്. ഡിപ്പാർട്ട്മെന്റൽ എൻക്വയറി അടക്കം, അതോടൊപ്പം തന്നെ വകുപ്പ് തല നടപടി അടക്കമുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്തിട്ടുണ്ട് വീണ ജോർജ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇക്കാര്യത്തിൽ ഉണ്ടാകില്ല, ആർക്കും ഉണ്ടാകാനും സാധ്യതയില്ല. പക്ഷേ ഈ വീണ ജോർജിനെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഈ പറയുന്ന കോൺഗ്രസ്സുകാരിട്ട് അങ്ങ് അലക്കിക്കൊള്ളുകയാണ്. എന്തിന്റെ പിൻബലമാണത്? എന്തിനാണ് വീണ ജോർജിനെ ഇങ്ങനെ തെരഞ്ഞു പിടിച്ച് അവർ ആക്രമിക്കുന്നത്? എന്താണ് ഇതിന്റെ പിന്നിൽ ഇവർ ഉദ്ദേശിക്കുന്നത്? എന്താ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ നമ്മൾ നോക്കി കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ കഴിഞ്ഞ മൂന്ന് മന്ത്രിസഭകൾ നമ്മൾ പരിശോധിച്ചാൽ 2 തവണ പിന്നെ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുകയും അതോടൊപ്പം തന്നെ ഒരു തവണ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്തും ആരോഗ്യ വകുപ്പ് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്ന മന്ത്രിമാരെന്നുള്ള സ്ത്രീകളായിരുന്നു. ഒന്ന് PK ശ്രീമതി ടീച്ചർ ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നു VSന്റെ കാലഘട്ടത്തിൽ. അതിനുശേഷം ശൈലജ ടീച്ചർ വരുന്നു, ഇപ്പോഴത്തെ വീണ ജോർജ് വരുന്നു. ഇങ്ങനെ 3 സ്ത്രീകളാണ് ഈ വകുപ്പ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഈ വകുപ്പുകൾ ആ സമയങ്ങളിലെല്ലാം വളരെ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു. അപ്പൊ കോൺഗ്രസ്സുകാർക്ക് പൊതുവെ സ്ത്രീകളോട് വലിയ എതിർപ്പുള്ള കൂട്ടത്തിലാണ്. UDFന്റെ കാലഘട്ടത്തിൽ ഏതെങ്കിലും മന്ത്രിമാര് സ്ത്രീകളായിട്ടിരിക്കുന്ന മന്ത്രിമാരുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അങ്ങനെ എനിക്ക് തോന്നുന്നു ഗൗരിയമ്മയെ മാത്രമാണ് അവര് സ്ത്രീയായിട്ട് അല്ലെങ്കിൽ ഒരു നേതാവായി പരിഗണിക്കുകയും ഒരു മന്ത്രിസ്ഥാനത്തേക്ക് കൊണ്ടുവരികയും ഒക്കെ ചെയ്തിട്ടുള്ളത്. JSSന്റെ നേതാവായിരുന്നു. അപ്പൊ ഗൗരിയമ്മയ്ക്ക് എന്തുകൊണ്ടാണ്? ഗൗരിയമ്മ സീനിയോറിറ്റി ഉള്ളത് കൊണ്ടാണ്. അത്രയ്ക്ക് സീനിയർ ആയിട്ടുള്ള ഒരു നേതാവായതുകൊണ്ടാണ് ഗൗരിയമ്മയെ പലപ്പോഴും അവരെ മന്ത്രി എന്നുള്ള നിലയിലേക്ക് പരിഗണിച്ചത്. വേറെ ആരെയും അങ്ങനെ അവർ അടുപ്പിച്ചിട്ടില്ല. കോൺഗ്രസ്സുകാരും പിന്നെ എനിക്ക് തോന്നുന്നില്ല, ഞാൻ കുറച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാൽ അതിനെക്കുറിച്ച് പറയാൻ പറ്റും. കോൺഗ്രസ്സുകാരുടെ ഇതിലൊന്നും നമ്മൾ അങ്ങനെ UDFന്റെ ഉമ്മൻചാണ്ടി ഭരിക്കുന്ന കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു വനിതാ മന്ത്രി ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം എൻ്റെ ഓർമ്മയിലില്ല. അപ്പം ഇവിടെ വരുമ്പോൾ പിന്നെ ഇങ്ങോട്ട് നോക്കിയാൽ LDFന്റെ കാര്യത്തിൽ മറിച്ചാണ്. ശ്രീമതി ടീച്ചർ
ആരോഗ്യവകുപ്പ് പിന്നെ ഇദ്ദേഹത്തിന്റെ VS-ന്റെ കാലഘട്ടത്തിൽ നോക്കുന്നു. തുടർന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അടുത്ത ഒരാളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടനെ ശൈലജ ടീച്ചർ വരുന്നു, പിന്നെ വീണ ജോർജ് വരുന്നു. അപ്പൊ സ്ത്രീകൾക്കെതിരായി അക്രമം അഴിച്ചുവിടാൻ എല്ലാ കാലത്തും UDF ശ്രമിച്ചിട്ടുണ്ട്. അവരെ കൊണ്ട് കഴിയുന്നില്ല. അവർക്കിപ്പോ കൊള്ളാവുന്ന ബിന്ദു കൃഷ്ണ എപ്പോഴെങ്കിലും മന്ത്രിയായിട്ടിരിക്കുന്ന ഒരു കാലത്തെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ബിന്ദു കൃഷ്ണൻ എങ്ങനെ മന്ത്രിയായിട്ടിരിക്കും? ഇനി ഒരു പക്ഷേ ജെവി മേത്രോ അല്ലെങ്കിൽ ദീപ്തി മേരി വർഗീസോ അങ്ങനെയുള്ള ആരെങ്കിലും ഒക്കെ ചിലപ്പോൾ ജയിച്ചാൽ അവരൊക്കെ ഒരു പക്ഷേ ചിലപ്പോൾ പുതിയൊരു തലമുറ മാറ്റം അല്ലെങ്കിൽ പുതിയൊരു ട്രെൻഡ് എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് ചിലപ്പോൾ ഒരു പക്ഷേ മാറ്റി വന്നിരിക്കും. പക്ഷെ എന്നാലും പോസിബിലിറ്റി ഇല്ല. ജയിച്ചു വരികയാണെങ്കിൽ VD സതീശൻ ആവണം, K മുരളീധരൻ, പിന്നെ K സുധാകരൻ, KC വേണുഗോപാൽ, ഇനി ഷാഫി പറമ്പിൽ ജയിക്കുവാണെങ്കിൽ ഷാഫി പറമ്പിൽ, കൊടിക്കുന്നിൽ സുരേഷ്. ഇനിയും ഇങ്ങനെ നമ്മൾ എണ്ണി നോക്കൂ, ഒരു 13 പേർക്കേ പറ്റുള്ളൂ. 13 പേരെ എണ്ണി നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്തെല്ലാം PJ ജോസഫ് ജയിച്ച PJ ജോസഫിനെ ആക്കണ്ടേ, പിന്നെ അൻവർ ബേപ്പൂരും ജയിച്ച അൻവറിനെ മന്ത്രിയാക്കണ്ടേ, കുഞ്ഞാലിക്കുട്ടിക്ക് ഒരു 4 മന്ത്രിമാരെ കൊടുക്കണ്ടേ. കുഞ്ഞാലിക്കുട്ടിയാവും, പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പം മുനീർ സാഹിബ് മത്സരിക്കണേ, മുനീർ സാഹിബിനാവണം. അപ്പൊ ഇങ്ങനെ എല്ലാം കൂടെ നോക്കി കണക്കാക്കി വരുന്ന സമയത്തും ഇത്രയും എണ്ണി വരുമ്പോൾ തന്നെ 13 മന്ത്രിമാരുടെ എണ്ണം കഴിഞ്ഞു. അപ്പൊ മന്ത്രിമാരെ ഓൾറെഡി ഫിക്സ്ഡ് ആണ്. ഇപ്പൊ CP ജോൺ തിരുവനന്തപുരം സെൻട്രലിൽ മത്സരിക്കുകയാണെന്ന് വെക്കുക. CP ജോണിന് CMPയുടെ നേതാവാണ്. അപ്പൊ CMPയിൽ നേതാവായ CP ജോണിന് പിന്നെ മന്ത്രിസ്ഥാനം കൊടുക്കണം. കാര്യം മന്ത്രിയാകാൻ എന്തുകൊണ്ട് യോഗ്യനായ ഒരു വ്യക്തി CP ജോണാണ്. ഇപ്പൊ KK രമ ജയിക്കുകയാണെങ്കിൽ KK രമയ്ക്ക് കൊടുക്കേണ്ടി വരും. അപ്പോഴും KK രമ നമ്മൾ ആലോചിച്ച് നോക്കണം, KK രമ കോൺഗ്രസിന്റെ നേതാവല്ല, RMPയുടെ നേതാവാണ് പിന്നെ KK രമ. അപ്പൊ KK രമ യോഗ്യയാണ്. ഞാൻ എന്റെ ഒരു അഭിപ്രായത്തിൽ KK രമ യോഗ്യമാണ്, മന്ത്രിയാവാൻ യോഗ്യതയുള്ള ആളാണ്. നിർബന്ധമായിട്ടും അവർക്ക് കൊടുത്തേ പറ്റൂ. ഒരു മന്ത്രിസ്ഥാനം ഇത്തവണ KK രമയ്ക്ക് കൊടുക്കേണ്ടത് അത്യാവശ്യമായ ഘടകമാണ്. ഇനി പിന്നെ എനിക്കൊന്ന് പുതുപ്പള്ളിയിലോ മറ്റോ, പുതുപ്പള്ളി കഴിഞ്ഞിട്ട് വേറെ എവിടെയോ കാഞ്ഞിരപ്പള്ളിയിലോ മറ്റോ മറിയാമ്മ ഉമ്മന്റെ പേര് പരിഗണനയിലൊക്കെ ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവർക്ക് ചിലപ്പം ഒരു സഹതാപ തരംഗത്തിന്റെ പുറത്തൊരു മന്ത്രിസ്ഥാനം കൊടുത്തെന്നും ഒക്കെ വരാം. അതൊക്കെ പോട്ടെ. അപ്പൊ ഇങ്ങനെ സ്ത്രീകളെ പാടെ അടച്ചാക്ഷേപിക്കുന്നത് എന്തിനെ? അവർക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കാതിരുന്നുകൊണ്ട്, എതിർത്തത് കൊണ്ട് അവരുടെ മുതിർന്ന നേതാവായ ഉമാ തോമസ് ക്രൂരമായ പിന്നെ സൈബർ ആക്രമണത്തിന് വിധേയരായിട്ടുണ്ട്. ബിന്ദു കൃഷ്ണ ഒരു കാലത്ത് സൈബർ വിങ്ങിന്റെ എല്ലാമായിരുന്നു. KK രമ, ഇവരെയൊക്കെ അധിക്ഷേപിക്കുന്ന ആൾക്കാരാണ് ഈ കൊങ്ങികൾ. അപ്പം ഇവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഈ പറയുന്ന വീണ ജോർജിനെ അധിക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ ഒട്ടും ഉളുപ്പില്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഉളുപ്പെന്ന് പറയുന്ന കാര്യം ഈ കോൺഗ്രസ്സുകാർക്ക് തൊട്ട് തീർച്ചിട്ടില്ല എന്ന് പറയേണ്ടി വരും. നമുക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ അവരുടെ സ്വന്തം നേതാക്കളെ പോലും തെരുവിലിട്ട് ഈ രീതിയിൽ സൈബർ ആക്രമണം നടത്തി ഇവർക്ക് ഈ വീണ ജോർജിനെ പോലും നേതാവിനെ കിട്ടിയ വെറുതെ വിടാൻ പറ്റൂ? ഒരു അക്രമവും സംഭവിച്ചിട്ടില്ല, ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ വീണ ജോർജിന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ട ആവശ്യമുണ്ടോ? അല്ല ഇനി വീണ ജോർജ് ആ തിരക്കിനിടെ സ്വയമേവ കഴുത്ത് പിടിച്ചിരിച്ചാണോ? അല്ലെ സ്വന്തമായി കഴുത്തിന് ഇടിച്ചിട്ട് കഴുത്തിന് പരിക്കുണ്ടാക്കിയാണോ? ചതവുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കയ്യിൽ മുറിവ് എന്താ വീണ ജോർജ് അള്ളിപ്പറിച്ചതാണോ? അല്ലേ? അപ്പൊ അവിടെ ഒരു പിടിവലി നടന്നിട്ടുണ്ട്, അവിടെ ഒരു അക്രമം നടന്നിട്ടുണ്ട്. ഒരുപക്ഷെ തള്ളിക്കയറ്റത്തിന്റെ ഇടയിൽ സംഭവിച്ചതുമാകാം. അവർ അറ്റാക്ക് ചെയ്തു എന്നല്ലേ പറയുന്നത്. ഒരുപക്ഷെ തള്ളിക്കയറ്റത്തിനിടയിൽ അവർക്ക് ഒരു പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരികയാണെന്നേ. അവര് ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്തിട്ട് തിരിച്ച് ട്രിവാൻഡ്രത്തേക്ക് വരാൻ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് അപ്രതീക്ഷിതമായി ഒരു സംഘം ചെറുപ്പക്കാർ ഓടിച്ചെല്ലുന്നത്. സ്വാഭാവികമായും ഒന്നാമത് 10-15 പോലീസുകാർ മാത്രം സുരക്ഷയിലുള്ള സമയം, പിന്നെ ആ സമയത്ത് ഒരു മന്ത്രിയെ അറ്റാക്ക് ചെയ്യുകയാണ്. ഒരു പൊതുപരിപാടിയിൽ വെച്ചിട്ടല്ല, പൊതുപരിപാടി കഴിഞ്ഞ് മടങ്ങിപ്പോകുന്ന സമയത്ത് അറ്റാക്ക് ചെയ്യുന്നു. അപ്പൊ ഈ രീതിയൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോഴും അവിടെ എന്തോ ഒരു സംഭവം നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ മന്ത്രി അഭിനയിച്ച് തകർക്കുകയാണ് എന്നൊക്കെ പിന്നീട് ഇവർ പറയുന്ന പോലെ പറയേണ്ടി വരും. ഇതിന് പല ഉപയോഗിച്ചിരിക്കുന്ന ഫോട്ടോകൾ വ്യാജമാണ് ഉപയോഗിച്ചിരിക്കുന്ന, അതായത് ഞാൻ പറയില്ലേ AI ജനറേറ്റഡ് ആയിട്ടുള്ള ഫോട്ടോസ് ഉപയോഗിക്കുന്നു, വീഡിയോസ് ഉപയോഗിക്കുന്നുണ്ട്. ചില ഫോട്ടോകളിൽ അവരെ ശരിക്കും പറഞ്ഞാൽ അധിക്ഷേപിക്കുന്നുണ്ട്, അഭിനേത്രി എന്ന് വിളിച്ച് കളിയാക്കുന്നുണ്ട്. അഭിനയിക്കുന്ന കാര്യത്തിൽ കോൺഗ്രസ്സുകാർക്ക് അപ്പുറം വേറെ ആരുണ്ട് ഇവിടെ? എത്രയോ ആൾക്കാർ അഭിനയിക്കുന്ന കാര്യത്തിൽ മിടുക്കന്മാരല്ലേ. അങ്ങനെ അഭിനയിക്കാൻ അറിയാവുന്ന പല ആൾക്കാർ പിന്നെ ഇപ്പം MP ആയിട്ട് ഇരിപ്പുണ്ട്. രാജ്മോഹൻ ഉണ്ണിത്താനൊക്കെ എത്രയോ അധികം. രാജ്മോഹൻ ഉണ്ണിത്താൻ എന്തൊക്കെ നാടകങ്ങളാണ് നടത്തിയത്. അദ്ദേഹത്തിന്റെ പിന്നെ നോമിനേഷൻ സ്വീകരിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭരണാധികാരിയുടെ ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തി അവിടെ കിടന്ന ഒരാളാണ്. ഇവിടെ ചോറും കറിയൊക്കെ ഇവിടെ കൊണ്ട് ഞാൻ ഇവിടെ നിന്ന് ഉറങ്ങി ഞാൻ ഇവിടെ കഴിഞ്ഞോളാം എന്ന് പറഞ്ഞ ഒരു നേതാവാണ്. ഈ പിന്നെ പറവൂരി പോയിട്ട് കരഞ്ഞ ഒരു നേതാവുണ്ട് VD സതീശൻ. ഈ രമേശ് ചെന്നിത്തല. ഇവർ കാണുമ്പോൾ ഈ കോൺഗ്രസ്സുകാരായിട്ട് ഇരിക്കുന്നത് തന്നെ ഏറ്റവും വലിയ അഭിനയമാണ്. നമ്മൾ മനസ്സിലാക്കിയാൽ മതി. കോൺഗ്രസ്സുകാരായിട്ട് ഇരിക്കുന്ന തന്നെ വലിയ അഭിനയമാണ്. കാര്യം എന്താ? കാണുമ്പോൾ കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വെക്കുന്നു, താല് വലിക്കുന്നു. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ അവിടെ സ്നേഹത്തള്ള് നടത്തുന്നു, കഴുത്തിന് പിടിച്ചാൽ. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പറയുന്ന ഇത് സ്നേഹത്തള്ളായിരുന്നു. ആ പ്രവീൺ കുമാറിനൊക്കെ നാണമില്ലേ പറയാൻ? അപ്പൊ ഇതൊക്കെ കണ്ടോണ്ടിരിക്കുകയാണ്. മൈക്ക് നീക്കി വെക്കുകയും പിന്നെ പിന്നെ സുധാകരന്റെ അമർഷവും അതിനോടുള്ള VD സതീശന്റെ അമർഷവും ഒക്കെ ലൈവായിട്ട് ആൾക്കാർ കാണുമ്പോഴും പറയുന്നത് ഞാൻ സ്നേഹപൂർവ്വം നീക്കി വെച്ചു കൊടുത്തതാണ്.
അല്ലെ പിന്നെ തെറി വിളിച്ചാലും പറയാം എന്റെ ചേട്ടൻ എന്നെ വിളിച്ച പോലെ കരുതും, ഞങ്ങൾ കുടുംബത്തൊക്കെ അങ്ങനെയാണ്. കുടുംബത്തിൽ വി ഡി സതീശന്റെ കുടുംബത്തൊക്കെ ചിലപ്പോൾ തെറി പറഞ്ഞായിരിക്കും ശീലം. അപ്പൊ ഇങ്ങനെ അഭിനയിക്കുന്ന ഈ കോൺഗ്രസ്സുകാരനായി ഒരു വേദിയിൽ പ്രത്യക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ തന്നെ ഏറ്റവും വലിയ അഭിനയമാണ്. ഷാഫി പറമ്പലിന്റെ മുഖത്തെ കേക്ക് തുടച്ചു കൊടുത്തൊരു മഹാൻ ഇപ്പം സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞ നടക്കാണ് സന്ദീപ് വാര്യര്. അപ്പൊ ഇങ്ങനെ എല്ലാവരും ഉണ്ട്. അഭിനയത്തിന്റെ നിറകുടം നമുക്കറിയാം. കെ മുരളീധരൻ തൃശ്ശൂരേക്ക് വന്ന സമയത്ത് കെട്ടിപ്പിടിച്ച് നെറുകയിലും കവളിലും ഉമ്മ കൊടുത്ത ഒരു നേതാവാണ് ടി.എൻ. പ്രതാപൻ. എന്നിട്ട് ഈ പ്രതാപൻ അടക്കമുള്ള നേതാക്കൾ പാലം വലിച്ചിട്ട് ആ കെ മുരളീധരനെ വലിച്ച് താഴെയിട്ട് 3ാം സ്ഥാനത്തേക്ക് എത്തിച്ചു. അപ്പം കോൺഗ്രസിലായിട്ട് ഇരിക്കുക എന്ന് പറയുന്നിടത്തോളം വലിയ അഭിനയമൊന്നും വേറെ ഇല്ല. അപ്പൊ അവർക്ക് അതുകൊണ്ട് ഈ കാണുന്ന എല്ലാം അഭിനയമാണെന്ന് അവർക്ക് തോന്നുന്നതിൽ നമുക്ക് വലിയ അതിശയവും പറയാനില്ല.